കാണത്തില്ല. ഗൈസ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. ഞാൻ വയസ്സൊന്നും പറയത്തില്ല. അതെ അപ്പൊ അമ്മേ അതെ അമ്മ ഇവിടെ നിന്ന് തുടക്കും കേട്ടോ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ഗൈസ്. December 15 എൻ്റെ ബർത്ത്ഡേ. അതെ അപ്പൊ അതേ കസിൻസ് എല്ലാവരും കേക്കായിട്ട് സർപ്രൈസ് ആയിട്ട് വന്നേക്കുവാണ് ഗൈസ്. സർപ്രൈസ് ആയിട്ട്. താങ്ക് യു ഗൈസ്. അപ്പം ഞങ്ങളിത് കേക്ക് മുറിക്കാം. കേക്ക് മുറിക്കാൻ പോവാം. കേക്ക് ഐശ്വര്യ ബേക്സ് ഉണ്ടാക്കിയ കേക്ക് അല്ലേടാ? ഗൈസ് അപ്പൊ കേക്ക് മുറിക്കാം നമുക്ക്. താങ്ക് യു ഗൈസ്. താങ്ക് യു തന്തേ. താങ്ക് യു ഗൈസ്. കേക്ക് കട്ടിങ് വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് എടുക്കുന്നതായിരിക്കും. ഞാൻ ഇങ്ങനെ പിടിച്ചെടുക്കാൻ മറന്നുപോയി. ഹാപ്പി ബർത്ത്ഡേ ടു മീ ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ കമന്റ് ചെയ്യൂ. ഹാപ്പി ബർത്ത്ഡേ മാളു ചേച്ചി പറ. എല്ലാരും പറ ഹാപ്പി ബർത്ത്ഡേ പറ. ചിന്തു എന്നെ കാണിക്കുന്നത് പറ. ചന്തു പറ. ഇനി ചിന്തു പറ. ഇനി അച്ചു പറ. ഇനി കൊച്ചാൻ പറ. കൊച്ച ക്യാമറ നോക്കി ഹാപ്പി ബർത്ത്ഡേ മായിച്ചിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ പറ. മാവളിക്കാത് ശ്രീഹരിച്ചേട്ടൻ വിളിക്കുന്നല്ലേ. ഗൈസ് അച്ചുവും ചന്തു പാട്ട് പാടാൻ പോവാ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. എല്ലാരും വെയിറ്റിംഗ് ആണ്. അതെ ഗൈസ്. അല്ലേ ഗൈസ്? അതെ ഗൈസ്. അതെ ഗൈസ്. അതെ ഗൈസ്. യെസ് ഗൈസ്. പാട്ട് വിളക്കുകൾ പാറി മിന്നി നിൽക്കവേ എന്തു നൽകുവാനെന്നെ കാത്തു നിന്നു ഞാൻ. കടവിലം വരയ്ക്കൂ വെള്ളം നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. കല്ലിയാമ്പൽ കടവിലം വരയ്ക്കൂ വെള്ളം. അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ഹായ് ഗായ്സ്. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിങ്ങളിപ്പോൾ കാണുമ്പോൾ ഏതാ സമയം എന്നറിയില്ല, പക്ഷെ ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പം ഉറങ്ങി എണീറ്റേ ഉള്ളൂ. ഇന്നലെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കിടക്കാൻ വേണ്ടിയിട്ടൊരു നല്ല ലേറ്റായി. എനിക്കൊന്ന് 5 മണിയൊക്കെ കഴിഞ്ഞു ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പത്തേന് അതിൻ്റെ ക്ഷീണത്തിൽ ഞാൻ കിടന്നുറങ്ങി ഗൈസ്. എന്നിട്ട് എനിക്ക് ഫ്രണ്ട്സൊക്കെ വിഷ് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഫോൺ സൈലൻറ്റിലായിരുന്നു. ഞാൻ കിടന്നുറങ്ങി. എന്നിട്ട് എല്ലാവരും തിരിച്ച് വിളിക്കുകയൊക്കെ ആയിരുന്നു. എന്നിട്ട് അപ്പോൾ ഇപ്പോൾ എണ്ണീറ്റേ ഉള്ളൂ. കുളിക്കാൻ പോകണം അങ്ങനെ. അപ്പം നിങ്ങൾ ഇന്നത്തെ എൻ്റെ ദിവസം ഫുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. പിന്നെ കുളിച്ചിട്ട് റെഡി ആയിട്ട് വന്നിട്ട് കാണിക്കാവേ. ബൈ.
ബിരിയാണി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ചിക്കൻ മിക്സ് ചെയ്യുന്നു. അരി ഇടാനായിട്ടുള്ള വെള്ളമാണ്. കരിയായ പരിപാടിയിലാണ്. നമ്മുടെ കേക്കൊക്കെ സെറ്റാണല്ലേ? കേക്ക് എല്ലാം സെറ്റാണ്. ഇപ്പം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് ലൈവായിട്ട്. നമുക്ക് പാട്ടൊക്കെ കേട്ടോണ്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. സിംഗേഴ്സ് ഋഷികേഷും കൗശിക്കുമാണ്. കരീഷ്മയാണ്. കൗശിക് കേട്ടോണ്ടിരിപ്പുണ്ട് ഇവിടെ. ജോയൽ വന്നു ഗൈസ്. പിങ്കി ഉണ്ട് അപ്പുറത്ത്. ഗ്യാസ് തീർന്നപ്പോഴത്തേനും അച്ഛനും പിങ്കിയും കൂടെ ഗ്യാസ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോയി. പിങ്കി ഫില്ല് ചെയ്യാൻ പോയി ഗ്യാസ്. ഞാൻ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ബർത്ത്ഡേ ഇതാണ്. നന്ദയുടെ ഷോർട്സിൽ നോക്കണം കേട്ടോ എല്ലാവരും. സർപ്രൈസ് എന്ന് കേക്കും കൊണ്ട് സർപ്രൈസ് ആയിരുന്നു. നന്ദയുടെ ഷോർട്സിൽ നോക്കണം എല്ലാവരുമേ. ജോലിയുടെ ഫേമസാ. നമുക്ക് ദമ്മിടാം ബിരിയാണി. ഞാൻ കണ്ട് ഓടുന്ന മഴയൊക്കെ നിന്നു. അതേടാ അതെ അതെ അതെ. ഓ ദമ്മൊക്കെ ഇട്ടു കേട്ടോ. 10 minutes. ശരി അമ്മാവ ഹായ് കാണിച്ച അമ്മാവ. സ്വന്തം ബർത്ത്ഡേക്ക് സ്വയം കേക്ക് ഉണ്ടാക്കി. ഹാപ്പി ബർത്ത്ഡേ. തമ്മിൽ വേണോ? അല്ല ഞാൻ പറയാം. മിക്ക ബേക്കേഴ്സ് ഇങ്ങനെ തന്നെയായിരിക്കും. അതെ, സ്വന്തം ബർത്ത്ഡേക്ക് സ്വന്തമായിട്ട് കേക്ക് ഉണ്ടാക്കുക, മുറിക്കുക. നമ്മള് വീട്ടിലുണ്ടാക്കുമ്പോഴേക്കും ഏറ്റവും ലേസി. ഇന്ന് എന്നാ കേക്കാന്ന് പറ. ഇത് ചോക്ലേറ്റ് കാരമൽ കേക്ക് ആട്ടോ. എന്റെ പരീക്ഷണ എല്ലാവരും വെച്ചിട്ടുള്ള പരീക്ഷണ. യെസ്, കഴിച്ചു നോക്കിയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും എങ്ങനെയുണ്ട്. അത് ഓർക്കപ്പിച്ചില്ലായിരുന്നു, അതുകൊണ്ടാ. അത് കിട്ടാതെ പോയി. വള്ളിയൊക്കെ കയറ്റിട്ടുണ്ടോ? കൃഷിയുണ്ടോ? ഇന്നലെ കൊടുത്തല്ലേ ഇങ്ങനെ വാരി വരുന്നു. 4 പേരുടെ വായിക്കും. മണ്ട കൈ കഴുകി. തുറക്ക് തുറക്ക് തുറക്ക്.
ഞാൻ ബിരിയാണി കഴിക്കും കേട്ടോ. ബിരിയാണി എങ്ങനെയുണ്ട്? ബിരിയാണി എങ്ങനെയുണ്ട്? അതെ, അമ്മ കൂണുകറി വെച്ചോട്ടോ. അമ്മാവന് വേണ്ടിയിട്ട് സ്പെഷ്യല് ഇങ്ങനെ ഇച്ചിരി കൂണുകറി, ഇച്ചിരി ബിരിയാണി ചിക്കൻ കഷ്ണം ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ വയ്ക്കുക. ഇത് മൂന്നാമത്തെ സ്ഥലം തുടങ്ങും. സുധിചേട്ടന്റെ റൂമിൽ കയറിച്ചല്ല എന്ത് സർപ്രൈസ് ആയിട്ടാണ് ഒളിച്ചു വെച്ചേക്കായിരുന്നു ഗിഫ്റ്റ്. അത് എനിക്ക് കാണാതെ കണ്ണെത്താ ദൂരത്തോടെ ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു. ഇതെന്തോ ഈ സാധനങ്ങൾ പൊട്ടിക്കുമ്പോൾ വീഡിയോ എടുക്കണം. ഡ്രസ്സിന്റെ സൈസ് സെറ്റ് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തിരിച്ചു തരിക. മണത്ത നല്ല ചെടി. എന്നാന്നും അറിയത്തില്ല നോക്കട്ടെ. എന്നോട് പറഞ്ഞു അമ്മ ആരോടും മിണ്ടരുതെന്ന് പറഞ്ഞു. മോളോട്ട് ഓടിപ്പോയി വന്നിരുന്ന മോഹൊക്കെ മാറ്റി പിടിച്ചോണ്ടിരുന്നു. ഹാപ്പി ബർത്ത്ഡേ. അല്ല കസ്റ്റമൈസ് ചെയ്യിച്ച എനിത്തിങ് ബെസ്റ്റ് ആൻഡ് സ്പെഷ്യൽ. ഫോട്ടോ ഫ്രണ്ട്സ് ഫോർ എവർ. അയ്യോ ക്യൂട്ട്. നല്ല രസമുണ്ടല്ലേ. മെമ്മറീസ് വിത്ത് ദ റൈറ്റ് പീപ്പിൾ വിൽ ഓൾവേസ് റിമെയിൻ പ്രൈസ്ലെസ്. അയ്യോടാ. എ ട്രൂ ഫ്രണ്ട് ഈസ് ഫോർ എവർ എ ഫ്രണ്ട്. Friendship is golden thread that ties the heart all the world. ഇത് കൊറേ കഷ്ടപ്പെട്ടല്ലോ. പഴയ ഫോട്ടോ അല്ലേ ഇത്? ആണോ? അയ്യോ, ഇന്നലെ കൊണ്ടുവച്ചാണോ? ഓൾവേസ് ഇതെന്റെ ഫേവറേറ്റ് ഫോട്ടോ. ഇത് This chapter feels really good. Chosen family. Good friends are like stars. You don't always see them, but you know they are always there. അത് വാൽപ്പാറ പോയപ്പോ എടുത്തതാ. എനിക്ക് ഈ ഫോട്ടോ ഇഷ്ടാട്ടോ. ഹായ്. അയ്യോ നല്ല രസം. അയ്യോ ഹായ്. നല്ല ഫോട്ടോ. ഫ്രെയിം ചെയ്ത് അന്ന് ഫോട്ടോഷൂട്ട് നടത്തിയില്ലേ, അപ്പോഴത്തെ ഫോട്ടോ. ടോപ്പ് സീൻ കറക്റ്റാണേ. കഴിഞ്ഞ പ്രാവശ്യം എടുത്തു എക്സലോ വീഡിയോ മുട്ടായി. ഹായ്. ഇത്
മണ്ടാലാർട്ട് പോലത്തെ ആർട്ടാടാ. എല്ലാ സൈഡും നോക്കുന്നത് ഇങ്ങനെയാ എല്ലാ സൈഡും ബുദ്ധൻ. വരച്ചാണോ? നടുക്കുന്നില്ലോട്ടോ നടുക്കില്ലേ ഇത് വരച്ചാണോ സൈഡില് തന്നെയാണോ? ഗായ്സ്, അപ്പം എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷത്തെ എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു. ഇപ്പോൾ സമയം എത്രയും 12:30 കഴിഞ്ഞു കേട്ടോ. 1 മണിയായി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും. ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. കാര്യം എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് റൂമിൽ ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ഇപ്പോഴാണ് ഒന്ന് സെറ്റിലായപ്പോഴാണ്. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരുമായിട്ടുള്ള ബർത്ത്ഡേ ഒക്കെ നല്ല രസമായിരുന്നു. ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. സുധുചേട്ടനെ മിസ് ചെയ്തു. നിങ്ങളാരെങ്കിലുമൊക്കെ സുധേട്ടനെ മിസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ എന്നിട്ട് ഞാൻ ഈ ഫോൺ പിടിച്ചിട്ട് കൈക്കൊക്കെ വേദനെടുക്കുന്നു. ഇന്ന് ബിരിയാണി ഉണ്ടാക്കി. അപ്പോൾ ബിരിയാണിയുടെ റെസിപ്പി നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ബിരിയാണിയുടെ റെസിപ്പി വേണ്ടവരാണെങ്കിൽ കയറി നോക്കണം. പിന്നെന്താ, കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി. എല്ലാവർക്കും താങ്ക് യു. പിന്നെ എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. പിന്നെന്താ, വേറെന്തായിരുന്നു, എന്തൊക്കെയോ ഞാൻ പറയണത് ഇങ്ങനെ ആലോചിച്ച് വന്ന് എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഇന്നലെ ഞങ്ങൾ 5 മണി വർത്താനമൊക്കെ പറഞ്ഞ് കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നുകൊണ്ട് 5 മണി കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉറക്ക ക്ഷീണവും വരുന്നുണ്ട്. അങ്ങനെയൊക്കെ. പിന്നെ കേക്ക് ഞാൻ തന്നെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ഇന്ന് 12 മണിക്ക് മുറിച്ചത് അമ്മായി ഉണ്ടാക്കിയ കേക്ക് കേട്ടോ. ഐശ്വര്യ ബേക്സ് എന്നാണ് അമ്മായിയുടെ പേജിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെയായിരുന്നു. പിന്നെന്താ, ബർത്ത്ഡേ ഒക്കെ ഈ വർഷത്തെ ബർത്ത്ഡേ ഇനി അപ്പോൾ അടുത്ത ഡിസംബറിലേ ഉള്ളൂ എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ എന്തായാലും എൻ്റെ ബർത്ത്ഡേ ഒരു കുട്ടി വ്ളോഗാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.